തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. നിങ്ങൾക്കറിയാം, CPIയുടെ മുതിർന്ന നേതാവാണ്. ഒരിക്കൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ MG പ്രതീഷിനൊപ്പം തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പന്ന്യൻ സഖാവിന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കൂ. അദ്ദേഹം സുഖമായിരിക്കുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നുകൂടി പറഞ്ഞേക്കൂ. ഓക്കെ. തീർച്ചയായും SKN. ആദ്യം തന്നെ പന്ന്യൻ സഖാവിന് SKN സാറിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ വന്നപ്പോൾ സഖാവ് മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടൊക്കെ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ മത്സര രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു മത്സരത്തെ? ഇത് നമ്മുടെ നാട്ടിലെ പൊതുവികാരമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു ആവശ്യമാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ, നമ്മുടെ എല്ലാം മനസ്സിനകത്ത് എപ്പോഴും സ്വന്തം രാജ്യത്തിൻ്റെ ഓർമ്മയാണ് ഏറ്റവും പ്രധാനം. ആ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഇവിടെയുള്ള ആളുകൾ സമാധാനപൂർവ്വം സ്നേഹപൂർവ്വം ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഭരണകൂടം പെരുമാറുമ്പം രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുവാൻ എന്നെ നിർബന്ധിച്ചപ്പം ഞാൻ തയ്യാറാവേണ്ടി വന്നത്. കാരണം നാടിൻ്റെ പൊതു ആവശ്യമാണല്ലോ നമ്മുടെ ആവശ്യം. പൊതുപ്രവർത്തനം എപ്പോഴും രാജ്യത്തിൻ്റെ ഭാഗമാണ്, ജനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പം ആ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളെ കൂടെ നിൽക്കേണ്ടത് പൊതുപ്രവർത്തകൻ്റെ ഒരു കടമയാണ്. അതാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് സിറ്റിംഗ് MP ശശി തരൂരാണ് മത്സരിക്കാൻ പോകുന്നത്. BJP തന്നെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു മത്സരം എങ്ങനെയായിരിക്കും? അല്ല, ഏത് സ്ഥാനാർത്ഥികൾ എതിരാളികൾ എന്നുള്ളതല്ല, ആ എതിരാളികളുടെ വ്യക്തിത്വമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമാണ്, ഒരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ ഫെഡറൽ ഭരണ സംവിധാനം അനുസരിച്ച് സംസ്ഥാനങ്ങളോട് കാണിക്കേണ്ട ഒരു നീതിയും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തോട് കാണിക്കുന്നില്ല. നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ ജീവിക്കുന്ന ആളുകളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കേണ്ട കാരുണ്യം കാണിക്കേണ്ട, നമുക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും നൽകാൻ അവർ തയ്യാറല്ല. ഈ നിഷേധാത്മകമായ സമീപനത്തിനെതിരായി നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഏറ്റവും വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യ ഭരിക്കുന്നവർക്ക് കേരളത്തിലെ ഗവൺമെൻറ് കണ്ണിലെ കരട. കാരണം അവർ ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, ഇവിടെ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണകൂടത്തെ ഇല്ലാതാക്കണമെന്ന് അവർ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയല്ലേ നമ്മുടെ നാടിന് തരേണ്ട ഒരു ആനുകൂല്യം തരുന്നില്ലല്ലോ. എന്തിന് പ്രളയത്തിന് നമുക്ക് അരി തന്നതിന് പോലും കണക്ക് പറഞ്ഞ് വാങ്ങിച്ച ആളുകളാണ്. നമ്മളിവിടെ പുറത്തുനിന്ന് ജനങ്ങളോട് നമ്മൾ വായ്പ വാങ്ങാൻ പോയപ്പോൾ വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരാൾ. അതാണ് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ. ഇപ്പോൾ കേന്ദ്രം പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു.